ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ല മുഴുവൻ കൊണ്ട് ഞാൻ തുടങ്ങുന്നിത്. അൽഹംദുലില്ലാ പിന്നിതാ മൊഴിയുന്നത്. പ്രവാചക പ്രഭുവായ നബിയിൽ നിത്യവും റബ്ബിൻ്റെ കരുണവ രട്ടവൻ്റെ കടാക്ഷവും അനുയായികൾക്കും ആലിലും അത്ബായിലും വർഷിച്ചു കൊണ്ടിരിക്കട്ടതനു നിമിഷത്തിലും. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ നാമം കൊണ്ട് തൻ്റെ അൽമവാഹിബുൽ ജലിയ ആരംഭിക്കുകയാണ്. പ്രവാചക പ്രഭുവായ ഹബീബ് ത്വഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാത്തുകൾ ചൊരിഞ്ഞുകൊണ്ടും അവിടുത്തെ അനുയായികളിലും അത്ബായിലും സലാത്തും സലാമും വർഷിപ്പിച്ചുകൊണ്ടും അദ്ദേഹം തൻ്റെ അൽമവാഹിബുൽ ജലിയക്ക് തുടക്കം കുറിക്കുകയാണ്. മാത്രമല്ല ഫിഖുഹും അഖീദ തസവ്വുഫും പല തത്വവും ഉൾക്കൊണ്ടതാണിത്. മാത്രമല്ല ചരിത്രവും. ഇതിലുള്ള ചില ഹുക്കുമുകൾ ഇതിലുണ്ട്. അതിനുള്ള ദാഹം തീർക്കലും ഇതിലുണ്ട്. അറബിൽ പദമിടയിൽ കടന്നിട്ടുള്ളതാ. അക്കം കൊടുത്തതിനർത്ഥവും വിവരിച്ചതാ. മഹാനായ തഴവ ഉസ്താദ് പറയണം, ഫിഖ് അതുപോലെ തന്നെ അഖീദ തസവുഫ് അതുപോലെ പല ചരിത്ര സംഭവങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ അൽമവാഹിബുൽ ജലിയ ഞാൻ ഇതാ ഒരു കവിത രൂപത്തിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் പറയുന്നു, റജസിൻ്റെ രീതിയിലാണ് പോക്കിതിനുള്ളത്. ഹൃദ്യസ്ഥമാക്കാനും അതാ വഴി നല്ലത്. നല്ല ബെയ്ത്തിൻ്റെ പാട്ടിൻ്റെ രൂപത്തിലാണ് ഞാനിതിനെ കോർക്കുന്നത്. ഇതിനൽ മവാഹിബുൽ ജലിയ എന്ന് പേരും വിളിച്ചും കൊണ്ടിതായിറക്കും. ഇതുകൊണ്ടെനിക്കെന്നും ഫലം താ സയ്യിദി. അഭിവന്യരാം ഗുരുകുല്ലിനും ഇന്നും ഗതി. മാതാപിതാക്കൾക്കും ജമീഉൽ ഉമ്മ. അതുപോലെ താ കഴിവിതെഴുതാൻ സുമ്മ. നിൻ കരുണയാൽ പിഴവൊക്കെയും പൊറുക്കൻ്റെ. അതുപോലെ തന്നെ ചൊരിക്ക് അഫുവും നിൻ്റെ. സ്തുതികീർത്തനം നിനക്കാണ് റബ്ബൽ ആലമീൻ. സൗജന്യമായി ഇത് നീ കബൂൽ ചെയ്യാമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ തഴവ ഉസ്താദ് തൻ്റെ മവാഹിബിൽ കുത്തിക്കുറിക്കുന്നത്. ഏതായാലും രസകരമായ വരികൾ ഖുർആൻ ഷരീഫിനെ സംബന്ധിച്ചാണ് ഇനി ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്നത്. ഖുർആൻ കലാമുല്ലാഹിയാണെന്നോർക്കണേ. അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ. അതിനുള്ള പേരായി മുസ്ഹഫ് എന്ന് വിളിച്ചതാ. ഒന്നാം ഖലീഫ തന്നെ പേരതിനിട്ടതാ. ഇത് നീ റിസാലത്തുൽ ബുദൂറെടുത്തൊന്ന് നോക്കുന്ന പക്ഷം കാണുമേ ശരിക്കന്ന്. മുസ്ഹഫിലെ മീമിനെ 3 ഹർക്കത്തുള്ളതാ. എന്നും നിഹായയിൽ നോക്കിയാൽ കാണുന്നതാ. ഖുർആന്റെ ലിപികൾ ഭിത്തിയിൽ എഴുതല്ലേ. അത് പള്ളി എന്നാൽ തന്നെയും ചെയ്യല്ലേ. ചുമരിൽ എഴുതാൻ പാടില്ല. ചില പള്ളിക്ക് അങ്ങനെ എഴുതി കൊടുക്കില്ല. അതിലല്ലോ മുഹമ്മദ് റസൂലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1-ാം ജുസു 156 ഷർവാനി നോക്കാം യുക്റഹു എന്നുണ്ടതിൽ. ഖറാത്താണ്, അപ്പോൾ കൊണ്ടാൻ വേണ്ടി ഉണ്ടാക്കണ്ടെന്നർത്ഥം. മുസ്ഹഫ് അമുസ്ലിം കൈവശം കൊടുക്കല്ലേ.
മരിക്കേണ്ടതായി വരുമെങ്കിലോ മടിക്കല്ലേ. അപ്പം മുസാഫ് മുസ്ലിങ്ങളെടുത്ത് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. അത് ഹൈക്കലായാൽ തന്നെയും ശരിയല്ല, ബഹുമാനമുണ്ടവർക്കെങ്കിലും പാടില്ല. പൊറുക്കപ്പെടും നജസാണതെന്നാൽ തന്നെയും അനറബിയിൽ എഴുതൽ ഹറാമാണെന്ന് ഫതുൽ മുഈനിൽ വ്യക്തമായി പറയുന്നു.